CPM BJP ഡീൽ എന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് എല്ലായ്പ്പോഴും RSSുമായി ബന്ധമുണ്ടാക്കി മറ്റൊരു മണ്ഡലത്തിൽ ജയിക്കാനായി മുൻപ് നേമത്ത് BJPയെ സഹായിച്ചവരാണ് കോൺഗ്രസ്. ആ അക്കൗണ്ട് LDF ആണ് പൂട്ടിച്ചത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJPയുടെ B ടീമായി മാറി. മാർ കൂറിലോസിന്റെ വിമർശനങ്ങളെയും മുഖ്യമന്ത്രി പരിഹാസത്തോടെ തള്ളി. കോൺഗ്രസും UDFും എല്ലാ ഘട്ടത്തിലും RSSുമായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. നേമത്ത് നിന്ന് BJP ജയിച്ചു വന്നല്ലോ. നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങിയല്ലോ. എങ്ങനെയായിരുന്നു അക്കൗണ്ട് തുടങ്ങിയത്? നിയമസഭയിൽ മത്സരം നടന്നപ്പോൾ ആ നിയമ സീറ്റിൽ കോൺഗ്രസിന്റെ വോട്ടിന് സംഭവിച്ചു. വലിയ ഇടിവല്ലേ കോൺഗ്രസിന്റെ വോട്ടിന് പറ്റിയത്? ഇവിടെ തുറന്ന അക്കൗണ്ട് ഇവിടെ തന്നെ പൂട്ടിക്കും എന്ന് നിയമത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. എന്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അവസ്ഥ? എന്താണ് BJPയോട് അവർ സ്വീകരിക്കുന്ന നില? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് BJPയുടെ B ടീമായി മാറുന്നത്? ജോസി ബാബു വിവരങ്ങളുമായി ചേർന്നു. ജോസി, എന്താണ് മുഖ്യമന്ത്രി ഇന്ന് ആരോപിച്ചത്? CPM BJP ഡീലെന്ന ആരോപണത്തിന് ശക്തമായ മറുപടിയാണ് തിരുവല്ലയിൽ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലടക്കം കോൺഗ്രസും BJPയുമാണ് സഖ്യം ചേരുന്നത്. അത് 2016 നേമത്തെ തെരഞ്ഞെടുപ്പ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. എക്കാലത്തും BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്നും രാഹുൽ ഗാന്ധിയാണ് അതിന് നേതൃത്വം നൽകുന്നതെന്നുമുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞു വെച്ചത്. അതേസമയം വിവാദ വിഷയങ്ങളായ G സുധാകരൻ അടക്കമുള്ള വിഷയങ്ങളിലും സാദിഖലി തങ്ങൾക്കെതിരായുള്ള സോഷ്യൽ മീഡിയ വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചുമൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. നേരെ മറിച്ച് UDF കാലത്തെയും LDF കാലത്തെയും വികസന പദ്ധതികളുടെ നേട്ടങ്ങളും അതോടൊപ്പം UDF കാലത്തെ കോട്ടങ്ങളും താരതമ്യം ചെയ്തുകൊണ്ടുള്ള വാർത്താ സമ്മേളനമായിരുന്നു. ആരോഗ്യ മേഖലയിലും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ മേഖലയിലുമൊക്കെ അടക്കം LDF സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങൾ, അതോടൊപ്പം ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കാലഘട്ടം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു LDFന് വേണ്ടി മുഖ്യമന്ത്രിയുടെ തിരുവല്ലയിലെ പ്രചാരണം. ഇന്ന് മുഖ്യമന്ത്രി തിരുവല്ലയിലും പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിലും വിവിധ കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിനിടയിലാണിപ്പോൾ കോൺഗ്രസിന്റെ ആരോപണത്തിന് മറുപടിയുമായി BJP കോൺഗ്രസ് ഡീലാണെന്ന ആരോപണം മുഖ്യമന്ത്രി മറുപടിയായി നൽകിയത്. അജിം സർ, ഈ മാർ കൂറിലോസിന്റെ വിമർശനത്തോടെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? കോൺഗ്രസ് സംസ്ഥാനത്ത് നിലനിൽക്കേണ്ടത് ആവശ്യകതയാണ്. അതോടൊപ്പം തന്നെ LDF സർക്കാർ മാറേണ്ടതുണ്ട് എന്നുള്ള കാര്യമായിരുന്നു മാർ കൂറിലോസ് മെത്രോപൊലിത്തയുടെ വിമർശനം. ആ വിമർശനം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യമാണ് വിമർശന രൂപത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചത്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയോ എന്നുള്ള കാര്യം വിമർശനമായി ചോദിക്കുകയും അതിന് ഗൗരവതരത്തിലുള്ള മറുപടി അർഹിക്കുന്നില്ല എന്നുള്ള പ്രതികരണവുമാണ് മുഖ്യമന്ത്രി നൽകിയത്. അജിം സർ, ശരി.